നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഒരു തിന്മ സംഭവിച്ചാൽ ഒരു നന്മ കൊണ്ട് അതിനെ ഫോളോ ചെയ്യുക. ആ നന്മ നേരത്തെ ചെയ്ത തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുകയും ചെയ്യുക. അപ്പോൾ തിന്മകൾ സംഭവിച്ചാൽ നന്മ കൊണ്ട് അതിനെ മറികടക്കുക. എങ്കിൽ ആ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു നൽകുന്നതാണ്. ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരടിമയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുകയും ആ അടിമയെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയും എന്നിട്ട് ആ അടിമയോട് അല്ലാഹു ചോദിക്കും, അതഅരിഫു ദംബ കദാ വകദാ, ഇന്ന തിന്മകളൊക്കെ നീ ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? ആ അടിമ പറയും, അതേ റബ്ബേ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ തിന്മകൾ എണ്ണി പറഞ്ഞപ്പോൾ ആ തിന്മകൾ കൊണ്ട് താൻ നശിച്ചത് തന്നെ എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് പറയും, നിന്റെ പാപങ്ങളെല്ലാം നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഫഇന്ന ലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, തീർച്ചയായും നീ ആ ചെയ്ത തിന്മകൾക്കെല്ലാം പകരം നിനക്ക് ഒരു നന്മ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്.